ലോകരാജ്യങ്ങളുടെ കപ്പലുകൾ ഹോർമുസിൽ കെട്ടിക്കിടക്കുമ്പോൾ ഇന്ത്യൻ പതാക വഹിച്ച 2 കപ്പലുകൾക്കായി പാത തുറക്കുന്നു. ഇറാൻ സേന വഴിമാറുന്നു. ഹൂതികൾ ആയുധം താഴെ വയ്ക്കുന്നു. തലയെടുപ്പോടെ ഇന്ത്യൻ കപ്പൽ ശിവാലിക്ക് LPGയുമായി യുദ്ധം ആളിക്കത്തുന്ന ഹോർമുസിൽ നിന്ന് പുറത്തേക്ക് എത്തുന്നു. ഇന്ത്യൻ നാവികസേനയും കപ്പലിന് അകമ്പടി സേവിക്കുന്നു. അതിന്റെ ദൃശ്യങ്ങളാണ്, ചിത്രങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും ചാനലുകളിലും മറ്റും വൈറലായി മാറിക്കൊണ്ടിരിക്കുന്നത്. കൈയടിക്കണം ഇന്ത്യൻ വിദേശകാര്യമന്ത്രി S ജയശങ്കറിന്. അദ്ദേഹത്തിന്റെ നിരന്തരമായ ഇടപെടലാണ് ഇപ്പോൾ രാജ്യത്തിന് ആശ്വാസമായി മാറിയിരിക്കുന്നത്. യുദ്ധം ആളിക്കത്തുന്ന പശ്ചിമേഷ്യയിൽ നിന്ന് ഇന്ത്യൻ കപ്പൽ റെഡ് ലൈൻ താണ്ടിയതിൽ കണ്ണും തള്ളി നിൽക്കുകയാണ് ഇപ്പോൾ ലോകരാജ്യങ്ങൾ. ഇന്ത്യൻ പതാക കപ്പൽ ആക്രമിക്കില്ലെന്ന് ഇറാൻ സേന വ്യക്തമാക്കിയിരുന്നു. അപ്പോഴും ഒരാശങ്ക ഇന്ത്യക്കുണ്ടായിരുന്നത് ഹൂതികൾ ആക്രമിക്കുമോ എന്നായിരുന്നു. എന്നാൽ ഹൂതികളും ആയുധം താഴെ വെച്ച് പിന്മാറി. ഇന്ത്യൻ നീക്കത്തിൽ ഞെട്ടി നിൽക്കുകയാണ് വൈറ്റ് ഹൗസിൽ ഡൊണാൾഡ് ട്രംപ്. ഞാൻ ഉണ്ടെങ്കിലേ ഇന്ത്യക്ക് എണ്ണയും പ്രകൃതിവാതകവും കിട്ടൂ എന്ന അഹന്തയായിരുന്നു ട്രംപിന്. ആ അഹങ്കാരം പൊളിച്ചടുക്കി കയ്യിൽ കൊടുത്തത് S ജയശങ്കർ. LPGയുമായുള്ള ഒരു കപ്പൽ കൂടി ഇനി ഹോർമുസ് കടക്കും. എണ്ണയുമായി ഹോർമുസ് കടന്ന മറ്റൊരു ഇന്ത്യൻ കപ്പൽ മുംബൈ തീരത്ത് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും 28 കപ്പൽ കൂടി ഹോർമുസ് കടന്ന് പുറത്തേക്ക് വരും എന്നുള്ള വിവരമാണ്, സൂചനകളാണ് പുറത്തു വരുന്നത്. ശുഭ സൂചനകളാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ യുദ്ധക്കളത്തിൽ നിന്നും വരുന്നത്. ഇതും ട്രംപിന്റെ കാരുണ്യമെന്ന് തള്ളുന്ന ഒരു കൂട്ടർ രാജ്യത്തുണ്ട്, ഇങ്ങ് കേരളത്തിലുമുണ്ട്. അവരോട് പറയാനുള്ളത് ഇത് രാജ്യത്തിന്റെ നയതന്ത്ര വിജയമാണ്. അവിടെയാണ് ജയശങ്കറിന്റെ ഇടപെടൽ നമ്മൾ കാണേണ്ടത്. ഇപ്പോൾ മോദിക്ക് വലിയ കയ്യടിയാണ് ഇന്ത്യ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. കാരണം യുദ്ധ മേഖലയിൽ നിന്ന് ഹോർമുസ് കടന്ന് കപ്പൽ എത്തിയതിൽ മോദിക്കൊപ്പം തന്നെ എടുത്തു പറയേണ്ട പേര് തന്നെയാണ് S ജയശങ്കറിൻ്റെത്. ഈ യുദ്ധം തുടങ്ങിയത് മുതൽ ജയശങ്കർ ഇറാനുമായും ഇസ്രയേലുമായും അമേരിക്കയുമായും സംസാരിച്ചു കൊണ്ടേയിരിക്കുകയായിരുന്നു. യുദ്ധം അവസാനിപ്പിക്കണം എന്നുള്ള ഒരു രീതിയിലായിരുന്നു ജയശങ്കർ സംസാരിച്ചു കൊണ്ടിരുന്നത്. ഇറാൻ ഭരണകൂടവുമായി നിരന്തരം അദ്ദേഹം സമ്പർക്കത്തിലുണ്ടായിരുന്നു. യുദ്ധം അവസാനിപ്പിക്കണം, ചർച്ചകളിലൂടെ പരിഹാരം കണ്ടെത്തണം എന്ന നിലപാട് അദ്ദേഹം സ്വീകരിച്ചു. ഇസ്രയേലിനോടും അമേരിക്കയോടും സമാനമായ നിലപാട് സ്വീകരിച്ചു. യുദ്ധക്കളത്തിലും പോരടിക്കുന്ന, കടിച്ചു കീറുന്ന രാജ്യങ്ങളോട് നയതന്ത്രപരമായി ഇടപെടൽ നടത്തിയ അദ്ദേഹം. ലോകരാജ്യങ്ങളുമായി മികച്ച നയതന്ത്ര ബന്ധമുള്ള രാജ്യമാണ് ഇന്ത്യ. അതുകൊണ്ട് രാജ്യങ്ങൾക്ക് ഇന്ത്യയെ പിണക്കാനോ മാറ്റി നിർത്താനോ കഴിയില്ല. ഇസ്രയേലിനെയും അമേരിക്കയെയും പിണക്കാൻ തയ്യാറായില്ല. എന്നാൽ അമേരിക്കയുടെ ചില നീക്കങ്ങളെ ജയശങ്കർ ചില ഘട്ടത്തിൽ വിമർശിക്കുകയും ചെയ്തിരുന്നു. ഇറാന്റെ ഗൾഫ് മേഖലയിലേക്കുള്ള ആക്രമണങ്ങളെയും ഇന്ത്യ അപലപിച്ചിരുന്നു. ഇതിൽ ഏറ്റവും നിർണായകമായ വശം, ഇറാന്റെ ഒരു പടക്കപ്പൽ കൊച്ചി തീരത്തടുപ്പിക്കാൻ ഇന്ത്യ അനുമതി നൽകിയിരുന്നു. വിശാഖപട്ടണത്ത് നിന്ന് മടങ്ങവേ സാങ്കേതിക തകരാർ സംഭവിച്ച ഐറിസ് ലാവൻ കപ്പൽ കൊച്ചിയിൽ അടുപ്പിച്ചത്. യുദ്ധം മുറുകി നിൽക്കുന്ന ഘട്ടത്തിൽ ഇന്ത്യയുടെ ഈ നടപടിയിൽ ട്രംപ് കലിപ്പിച്ചുവെങ്കിലും ഇന്ത്യ അത് മുഖവിലേക്ക് എടുത്തിരുന്നില്ല. ഇന്ത്യയുടെ ഈ ഇടപെടൽ ഇറാൻ ഭരണകൂടത്തിന് ആശ്വാസമായിരുന്നു. ഇപ്പോൾ ആ കപ്പലിൽ ഉണ്ടായിരുന്ന 183ഓളം ജീവനക്കാരെ സുരക്ഷിതമായി അർമേനിയയിലേക്ക് എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇന്നിപ്പോൾ LPGയുമായി കപ്പലുകൾ ഹോർമുസ് കടക്കാൻ ഇറാൻ പച്ചക്കൊടി വീശിയത്. ഒരു രാജ്യം സ്വീകരിക്കേണ്ട ഏറ്റവും നല്ല മാതൃക മറ്റു രാജ്യങ്ങളുമായി മികച്ച നയതന്ത്ര ബന്ധം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ കൊടും യുദ്ധത്തിലും ഇതുപോലെ വഴി തുറന്നു കിട്ടും. ജയശങ്കറിന് ബിഗ് സല്യൂട്ട് കൊടുക്കണം. അമേരിക്കയുടെ ചില ഇടപെടലുകളെ, പ്രത്യേകിച്ച് ഇന്ത്യയെ അപമാനിക്കുന്ന നീക്കങ്ങളെ എതിർക്കുകയും ട്രംപിന് കൃത്യം മറുപടി കൊടുക്കുകയും ചെയ്യുന്ന ആളാണ് ജയശങ്കർ. മുൻപൊരിക്കൽ അദ്ദേഹം ഒരു ചാനലിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട്, ലോകം അമേരിക്കയെ ഭയക്കുമായിരിക്കും, പക്ഷേ ഇന്ത്യയെ അതിന് കിട്ടില്ലെന്ന്. എന്നാൽ ഈ യുദ്ധം തുടങ്ങിയപ്പോൾ ഇന്ത്യക്കാർക്ക് പോലും നിരാശയുണ്ടാക്കുന്ന ഒരു സംഭവം ഉണ്ടായി. അത് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങാൻ അമേരിക്കയുടെ അനുമതി കാത്തുനിന്ന് ഇന്ത്യയുടെ ആ ഒരു നിലപാടായിരുന്നു. ഇന്ത്യ ഒരു സ്വതന്ത്ര പരമാധികാര രാജ്യമാണ്. ഒരു രാജ്യത്തിന്റെയും അനുമതിക്കായി ഇന്ത്യ കാത്തു നിൽക്കേണ്ടതില്ല. മോദി പലപ്പോഴും ട്രംപിനെ അനുസരിക്കുന്ന ഒരു നിലപാട് സ്വീകരിക്കുന്നത് നമ്മളെ പലപ്പോഴും നിരാശപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ അപ്പോഴൊക്കെയും അതിശക്തമായ രീതിയിൽ പ്രതികരിച്ച് രംഗത്തേക്ക് വന്നിട്ടുള്ള ആളാണ് S ജയശങ്കർ. അദ്ദേഹം അമേരിക്കയോടായാലും ആരോടായാലും പറയേണ്ടത് മുഖത്ത് നോക്കി പറയും. പ്രത്യേകിച്ച് ഇന്ത്യക്ക് നേരെ വിരൽ ചൂണ്ടിയാൽ, ഇന്ത്യയെ അപമാനിക്കുന്ന രീതിയിൽ പ്രസ്താവനകൾ വന്നാൽ ആ ഘട്ടത്തിൽ തന്നെ ഇടപെടുന്ന ആളാണ് S ജയശങ്കർ. അദ്ദേഹം രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്കും അഭിമാനത്തിനും പ്രാധാന്യം കൊടുക്കുകയും രാജ്യത്തിന്റെ തല ഉയർത്തി തന്നെ നിൽക്കണം, രാജ്യം ഉയർന്നു തന്നെ നിൽക്കണം എന്ന് കട്ടായം നിലപാടെടുക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്.
അദ്ദേഹം പലപ്പോഴും ഈ പറയുന്ന അമേരിക്കയുടെ നീക്കങ്ങളെ പോലും എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുള്ള നേതാവാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഘട്ടത്തിൽ എസ് ജയശങ്കറിനെ നമ്മൾ വിസ്മരിച്ചുകൂടാ. അദ്ദേഹത്തിന്റെ കൃത്യമായ ഒരു ഇടപെടൽ ഈ വിഷയത്തിൽ, ഹോർമുസ് കടന്ന് കപ്പലുകൾ എത്തിയതിൽ വലിയൊരു ഇടപെടൽ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. മുൻപ് ഓപ്പറേഷൻ സിന്ദൂർ സമയത്തൊക്കെ യുദ്ധം അവസാനിപ്പിച്ചത് ഞാൻ ഒരൊറ്റയാള് കാരണമാണ്, ഞാൻ പറഞ്ഞിടത്ത് ഇന്ത്യ നിന്നതുകൊണ്ടാണ് യുദ്ധം അവസാനിച്ചത് എന്നൊക്കെയുള്ള രീതിയിൽ നമ്മളുടെ ആത്മാഭിമാനത്തെ തൊട്ട് വ്രണപ്പെടുത്തുന്ന രീതിയിൽ ട്രംപ് സംസാരിച്ചിട്ടുണ്ട്. തീരുവ യുദ്ധത്തിൽ ഇന്ത്യയെ അപമാനിക്കുന്ന തരത്തിൽ പലപ്പോഴും ട്രംപ് സംസാരിച്ചിട്ടുണ്ട്. ആ ഘട്ടത്തിലൊക്കെ പ്രധാനമന്ത്രി മൗനം പാലിച്ചപ്പോഴും അതിശക്തമായി ഇടപെട്ട് അമേരിക്കയ്ക്ക് കുറിക്കൊള്ളുന്ന മറുപടി, ട്രംപിന്റെ വായടപ്പിക്കുന്ന മറുപടികൾ ജയശങ്കർ കൊടുത്തിട്ടുണ്ട്. ഈ ഘട്ടത്തിലും നമ്മൾ കാണേണ്ടത് ഇത് തന്നെയാണ്. അതായത് രാജ്യത്തിന്റെ നയതന്ത്രപരമായ ഇടപെടലാണ് ഹോർമുസ് തുറക്കാൻ കാരണമായിരിക്കുന്നത്. ഇവിടെ ഇരുന്ന് യുദ്ധം കൊഴുപ്പിക്കുന്ന, അതായത് ഇസ്രയേലിനെ അടിക്കട, ഇറാനെ തിരിച്ചടിക്കട എന്നൊക്കെ യുദ്ധം കൊഴുപ്പിക്കുന്ന ഒരു കൂട്ടരുണ്ടല്ലോ, അവരോട് പറയാനുള്ളത് ഒരു രാജ്യം മറ്റ് രാജ്യങ്ങളുമായി മികച്ച നയതന്ത്ര ബന്ധമുണ്ടാക്കുക എന്നുള്ളതാണ്. അതും ഒരു മാതൃകയാണ്. കാരണം പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ, രാജ്യങ്ങൾ തമ്മിലടിക്കുമ്പോൾ പോലും, അതായത് യുദ്ധകളത്തിൽ നിൽക്കുമ്പോഴും ഒരു രാജ്യത്തിന് മറ്റു രാജ്യങ്ങൾ പരിഗണന കൊടുക്കുന്നുവെങ്കിൽ, അവർക്ക് വേണ്ടി സഹായത്തിന് വാതിൽ തുറന്നിടുന്നുവെങ്കിൽ അത് നയതന്ത്ര വിജയം തന്നെയാണ്. ആ ഒരു വിജയം അത് എല്ലായ്പ്പോഴും ഇന്ത്യയുടെ കൈമുതലാണ്. ഈ പറയുന്ന അമേരിക്കയുമായും ഇസ്രയേലുമായും ഇറാനുമായും ഒക്കെ നയതന്ത്രപരമായി നല്ല ബന്ധമാണ് ഇന്ത്യക്കുള്ളത്. ഇറാനിൽ ചബഹാർ തുറമുഖം നമുക്ക് വേണ്ടി അവർ തുറന്നു തന്നതാണ്. അതൊരു വലിയ നീക്കം തന്നെയായിരുന്നു. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നീക്കം തന്നെയായിരുന്നു. അതുപോലെ തന്നെ ഇസ്രയേലുമായി ഏറ്റവും അടുത്ത ബന്ധമാണ് ഇന്ത്യക്കുള്ളത്. ഈ യുദ്ധത്തിൽ ഇന്ത്യയുടെ ഒരു നിലപാടുണ്ട്. നിഷ്പക്ഷമായി നിന്നുകൊണ്ടാണ് ഇന്ത്യ സംസാരിക്കുന്നത്. അതായത് യുദ്ധം ഒന്നിനും പരിഹാരമല്ല എന്നുള്ള വലിയൊരു സന്ദേശമാണ് ഇന്ത്യ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ജയശങ്കറിന് ഈ രാജ്യങ്ങളുമായി എല്ലാം കൃത്യമായി സംസാരിക്കാനും നയതന്ത്ര ഇടപെടൽ നടത്താനും സ്മൂത്തായി കഴിഞ്ഞിരിക്കുന്നത്. ഇറാൻ പറഞ്ഞ ഒരു വാക്ക് തന്നെ ശ്രദ്ധിക്കേണ്ടതാണ്. അതായത് ഇന്ത്യൻ പതാക വഹിക്കുന്ന കപ്പലുകളെ ഞങ്ങൾ തൊടില്ല എന്നുള്ള ആ ഒരു ഉറപ്പ്, ആ ധൈര്യം ഒന്നുകൊണ്ട് തന്നെയാണ് ഹോർമുസ് കടലിടുക്കിൽ നിന്ന് ഇന്ത്യൻ കപ്പലുകൾ പുറത്തേക്കിറങ്ങിയത്. വലിയ നേട്ടമാണ്. ജയശങ്കറിന് വലിയ കയ്യടി കൊടുക്കണം ഈ ഒരു ഘട്ടത്തിൽ. 54,000 ടണ്ണിലധികം ചരക്ക് വഹിക്കാൻ ശേഷിയുള്ള ഇന്ത്യയുടെ LPG വാഹക കപ്പൽ ശിവാലിക് ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം രാത്രി ഹോർമുസ് കടലിടുക്ക് കടന്നത്. മാർച്ച് 1 ഹോർമുസ് കടന്ന് സൗദി അറേബ്യയിൽ നിന്നും ക്രൂഡ് ഓയിലുമായി വരുന്ന കപ്പലുകൾ ഇന്ത്യൻ തീരത്തെത്തും എന്നും പ്രതീക്ഷിക്കുകയാണിപ്പോൾ. ഹോർമുസ് കടലിടുക്കിന് സമീപം ഇന്ത്യയുടെ 28 കപ്പലുകൾ കുടുങ്ങിക്കിടക്കുകയാണെന്നും ഹോർമുസിന് കിഴക്ക് വശത്തായുള്ള 4 കപ്പലുകളിൽ ഒന്ന് ഇപ്പോൾ യാത്ര ആരംഭിച്ച് ആഫ്രിക്കയിലേക്ക് ഇന്ധനം കൊണ്ടുപോകുന്നുണ്ടെന്നും തുറമുഖ മന്ത്രാലയത്തിലെ സ്പെഷ്യൽ സെക്രട്ടറി രാജേഷ് കുമാർ സിൻഹ മാധ്യമ സമ്മേളനത്തിൽ പറഞ്ഞത്. ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള ഇന്ത്യൻ കപ്പലുകളുടെ ഗതാഗതത്തിന് സുരക്ഷ ഒരുക്കുമെന്ന് ഇന്ത്യയിലെ ഇറാൻ അംബാസിഡർ മുഹമ്മദ് ഫത്താലിയും അറിയിച്ചിട്ടുണ്ട്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ദീർഘകാല സൗഹൃദത്തെക്കുറിച്ചും അദ്ദേഹം സൂചിപ്പിച്ചു. അതേസമയം ഇന്ത്യൻ നാവികസേനയും കപ്പലുകൾക്ക് അകമ്പടി ഒരുക്കുന്നുണ്ട് സുരക്ഷിതമായി ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട്. ഹോർമുസ് കടലിടുക്കിന്റെ ഇരുവശത്തും നിലയുറപ്പിച്ചിരിക്കുന്ന 2 ഡസനിലധികം ഇന്ത്യൻ പതാകയുള്ള വ്യാപാര കപ്പലുകൾക്ക് സുരക്ഷ ഉറപ്പാക്കാനുള്ള ശ്രമങ്ങൾ ഇന്ത്യ ഇപ്പോൾ നടത്തിവരികയാണ്. ജയശങ്കറിന്റെ നേതൃത്വത്തിൽ മറ്റ് കപ്പലുകൾ കൂടി സുരക്ഷിതമായി പുറത്തേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നയതന്ത്ര ചർച്ചകളിലേക്ക് കടന്നിട്ടുണ്ട്. എസ് ജയശങ്കർ ഇറാൻ വിദേശകാര്യമന്ത്രി സയ്യിദ് അബ്ബാസ് അരാഗ്ജിയുമായി കഴിഞ്ഞ ദിവസം രാത്രിയിലും സംസാരിച്ചിരുന്നു. അമേരിക്കയും ഇസ്രയേലും ഇറാനെതിരെ ആക്രമണം നടത്തി ആയത്തുള്ള അലി ഖമനേയിയെ കൊലപ്പെടുത്തിയതിന് തൊട്ട് പിന്നാലെയാണ് ജയശങ്കറും അരാഗ്ജിയും സംസാരിക്കുകയും ചെയ്തിരുന്നു. പിന്നീട് ദിവസങ്ങളോളം ഇരുവരും തമ്മിൽ ചർച്ചകൾ നടത്തുകയും ഒക്കെ ചെയ്തിരുന്നു. ഹോർമുസിൽ നിന്ന് കപ്പലുകൾ പുറത്തേക്ക് വരുന്നതിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസവും ഇരുവരും തമ്മിൽ ഫോണിൽ സംസാരിച്ചിരുന്നു. കൂടാതെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനുമായി ഫോണിൽ സംസാരിച്ചിരുന്നു. യുദ്ധം ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല, പക്ഷെ ഞങ്ങൾ യുദ്ധത്തിന് തയ്യാറാണെന്ന് ഞങ്ങൾ പലതവണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങൾ എല്ലാ സർക്കാരുകളോടും പറയുന്നത് ഇറാൻ യുദ്ധം ആഗ്രഹിക്കുന്നില്ല, ഇറാൻ സമാധാനമാണ് ഇഷ്ടപ്പെടുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.